ഫുൾ ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാൻ എല്ലാവർക്കും പാടല്ലേ. അപ്പോൾ നമ്മൾ കൂടുതലും കടയിൽ നിന്ന് തന്നെ മുറിച്ചാണ് മേടിക്കുന്നത്. ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രോസൺ ചിക്കൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുറിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് എളുപ്പം മുറിക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന മെത്തേഡിലാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസസ് അധികം കിട്ടുകയും ചെയ്യും കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലേക്ക് ഒരു കട്ടിംഗ് ബോർഡ് ഇട്ടിട്ടുണ്ട്. ഈ കട്ടിംഗ് ബോർഡിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു തുണി ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് തെന്നിപ്പോവും. അതിനുശേഷം ചിക്കൻ വെച്ചിട്ട് ചിക്കൻ ഇങ്ങനെ കമത്തിയിടാം. കമത്തിയിട്ട് കഴിയുമ്പോൾ ചിക്കൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതാ ഇവിടെയായിട്ട് 2 എല്ല് ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ടാവും. അതങ്ങോട്ട് മുറിക്കുക ഇതുപോലെ ഇങ്ങനെ. ഇത് 2 വശം ഇങ്ങനെ വിടിയിച്ചിട്ടുണ്ട്. ഇനി ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അവിടോട്ട് നമ്മൾ ഒരു കൈ ഈ കഴുത്തിൻ്റെ ഭാഗത്തും പിടിക്കുക, ഒരു കൈ ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും പിടിക്കുക. എന്നിട്ട് ഇതിനൊന്ന് അകത്തി കൊടുക്കാം. അപ്പോൾ ഇത് 2ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വരും. ഇതുണ്ടോ, ഇപ്പോൾ 2 പീസായിട്ടുണ്ട് ഇത്. ഇനി ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് വേണ്ടാത്ത വേസ്റ്റൊക്കെ ഉണ്ട്. ഗൾഫിലൊക്കെ ഇതുപോലെ ഫ്രോസൺ ചിക്കൻ മേടിക്കുമ്പോൾ ഇങ്ങനെ വേസ്റ്റ് ഒന്നും കാണത്തില്ല. ഇതിപ്പോൾ നാട്ടിലൊക്കെ ഇങ്ങനെ മേടിക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുണ്ടാവും, വേസ്റ്റ് നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ നെയ്യൊക്കെ ഒത്തിരി ഉണ്ട്. അതൊന്നും ഞാൻ എടുക്കണില്ല, അതൊക്കെ കളയാൻ. ഇതുണ്ട്, അതൊക്കെ ഭയങ്കര നെയ്യാണ്. വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ, അതിലിട്ട ടേസ്റ്റാണ്. പിന്നെ ഇതാ ഇതിപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇവിടെയായിട്ട് കുറച്ച് അഴുക്കുണ്ടാവും, ലങ്സും കാര്യങ്ങളൊക്കെ. അതെടുത്ത് കളയണം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കയ്പുണ്ടാവും. ഇതുപോലെ ഇരിക്കും. അതെടുത്ത് മാറ്റാം. 2 സൈഡിലുണ്ട്, കളയാം. ഗൾഫിലൊക്കെ ഫ്രോസൺ ചിക്കൻ മേടിക്കുമ്പോൾ ഇവിടെ ഈ വാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് തരണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇനി കുഞ്ഞു പീസാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് 2 കാലില്ലേ, ഈ കാലൊന്ന് പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് അകത്തി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഓരോ മടക്കിൻ്റെ അവിടെയാണ് നമ്മളിത് മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കിയപ്പോൾ അതാ ഇവിടെ വെച്ചിട്ട് ഒടിഞ്ഞു. ഇനി ആ ഭാഗം വെച്ചിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുക. കണ്ടോ, ഇപ്പം ലെഗ് പീസായി. സെയിം ഇപ്പുറത്തും അതുപോലെ തന്നെ. ഈ കാല് മുട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചാൽ മതി. അതുപോലെ ഇനി ഇത് ഒന്നും കൂടെ കുഞ്ഞാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് കത്തിയുടെ മുകളിലോട്ട് ആക്കിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു. അതുപോലെ ഇനി കഴുത്തിൻ്റെ അവിടെ വരുമ്പോൾ ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു. ഇത് നമുക്ക് 2ആയിട്ട് അകത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാട്ടോ. പിന്നെ കത്തിയുടെ മുകളിലോട്ട് ഇങ്ങനെ, ഇതെനിക്ക് ഇങ്ങനെ മുറിക്കാൻ നല്ല പ്രാക്ടീസ് ആട്ടോ. എന്താ വെച്ചാൽ ഗൾഫിലാണപ്പോൾ സ്ഥിരം ഞങ്ങൾക്ക് ചിക്കനാണ്. ഏട്ടന് ചിക്കൻ ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി ഇപ്പം ചിക്കൻ മുറിക്കാൻ നല്ല പ്രാക്ടീസാണ്. നമ്മൾ തന്നെ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസസ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ സാധാരണ കോഴി ഇങ്ങനെ ഫുള്ളായിട്ട് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ബ്രസ്റ്റ് പീസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെത്തിയെടുക്കാം. വേണ്ടത് നല്ല മാംസമുള്ള ഭാഗമാണ്. ഇങ്ങനെ കൈ മുറിച്ചെടുക്കുക. ഇനി ആ ചിക്കൻ മുറിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ആ മടക്ക് ഭാഗം വരുന്നുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് മുറിച്ചാൽ മതി. പെട്ടെന്ന് മുറിച്ചെടുക്കാം. ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതിങ്ങനെ ബാക്കോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയും.
ഈ കട്ടിംഗ് ബോർഡിൻ്റെ അടിയിൽ തുണി എന്തെങ്കിലും ഇടണം കേട്ടോ, തുണിയോ പേപ്പർ എന്തെങ്കിലും ഇടണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതങ്ങ് തെന്നിപ്പോവും. ഇനി ഇതൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ വലിയ വലിയ പീസായിട്ട് ഇപ്പോൾ ബിരിയാണിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടാം. ഇത് ഞാൻ നല്ല കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എങ്ങനെ മുറിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിൽ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ പീസസ് അധികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്